നമസ്കാരം. കാലങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് നാദിർഷ. സംവിധായകനായും ഗായകനായും നടനായുമെല്ലാം അദ്ദേഹം മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പൃഥ്വിരാജ്, ജയസൂര്യ, ഇന്ദ്രജിത്ത് എന്നിവർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച അമർ അക്ബർ അന്തോണി എന്ന ചിത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന ചിത്രം. ഇതോടെ സൂപ്പർ ഹിറ്റ് സംവിധായകൻ എന്ന പേരും അദ്ദേഹത്തിന് ലഭിച്ചു. അതേസമയം സിനിമയ്ക്കകത്തും പുറത്തും ദിലീപും നാദിർഷയും അടുത്ത സുഹൃത്തുക്കളാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യരുമായും അദ്ദേഹം നല്ലൊരു ബന്ധമാണ് പുലർത്തുന്നത്. ഇപ്പോഴത്തെ നാദിർഷ പങ്കുവച്ച ഒരു പോസ്റ്റാണ് വൈറലായി മാറുന്നത്. മഞ്ജുവിനും നാദിർഷയ്ക്കുമെതിരെ ഒരു വിവാദ പോസ്റ്റാണ് പങ്കുവച്ചിരിക്കുന്നത്. ഇതോടെ പ്രതികരണവുമായി നാദിർഷ തന്നെ രംഗത്ത് വരികയായിരുന്നു. 2015 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിലൂടെയാണ് നാദിർഷ സിനിമാ സംവിധായകനാകുന്നത്. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ, നമിത പ്രമോദ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ഈ ചിത്രത്തിലൂടെ ജനപ്രിയ സംവിധായകൻ എന്ന പേര് നാദിർഷയ്ക്ക് ലഭിക്കുകയുമായിരുന്നു. ഇപ്പോഴത്തെ തന്റെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നാദിർഷ. മഞ്ജു വാര്യരെ കുറിച്ച് താൻ പറയാത്തൊരു കാര്യം വാർത്തയായി നൽകിയതിനെതിരെയാണ് നാദിർഷ രംഗത്തെത്തിയിരിക്കുന്നത്. ഇങ്ങനൊരു കാര്യം താനും മഞ്ജു വാര്യരും അറിഞ്ഞിട്ടില്ലെന്നാണ് നാദിർഷ പറയുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് നാദിർഷയുടെ പ്രതികരണം. ഇത് ഞാനും മഞ്ജു വാര്യരും അറിയാത്ത കാര്യങ്ങളാണല്ലോ മഞ്ഞ പത്രങ്ങളെ. ഏതായാലും റീച്ച് കിട്ടാൻ എന്ത് തറവേലയും കാട്ടുന്ന നിങ്ങൾക്ക് എന്റെ നടുവിരൽ നമസ്കാരം എന്നാണ് നാദിർഷ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിൽ പറയുന്നത്. വ്യാജ വാർത്തയും നാദിർഷ പങ്കുവച്ചിട്ടുണ്ട്. മഞ്ജു വാര്യർ ഒരുപാട് മാറിപ്പോയി, പഴയ കാര്യങ്ങളെല്ലാം മറന്നു. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എന്നോട് പ്രതികരിച്ച രീതി വിഷമിപ്പിച്ചു നാദിർഷ എന്നായിരുന്നു വാർത്ത. പിന്നാലെ നിരവധി പേരാണ് നാദിർഷയുടെ പ്രതികരണത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. ഇതാണ് പറയുന്നത്: സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണലോകം ചുറ്റി വന്നിരിക്കുമെന്ന്. ഇത് അല്പം കടന്നുപോയി. ആരാണാവോ ഇത്തരത്തിലുള്ളതൊക്കെ പടച്ചുവിടുന്നത്? നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം, എന്നാലേ പഠിക്കൂ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. എന്നാൽ ഈ വാർത്തയോട് മഞ്ജു വാര്യർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. പൊതുവിവാദങ്ങളോട് അകലം പാലിക്കുന്നത് തന്നെയാണ് മഞ്ജുവിന്റെ ശീലം. അതേസമയം കരിയറിൽ മിന്നും ഫോമിലാണ് മഞ്ജു ഉള്ളത്. മലയാളത്തിൽ മഞ്ജു വാര്യരുടേതായി ഒരു സിനിമ പുറത്തിറങ്ങിയിട്ട് കുറച്ച് നാളുകളായി. കഴിഞ്ഞ വർഷം ഒരു സിനിമ മാത്രമാണ് മഞ്ജുവിന്റേതായി മലയാളത്തിൽ പുറത്തിറങ്ങിയത്. എന്നാൽ തമിഴിൽ സജീവമാണ് മഞ്ജു വാര്യർ. പോയ വർഷം മഞ്ജുവിന്റേതായി തിയേറ്ററിലെത്തിയ തമിഴ് ചിത്രങ്ങൾ വേട്ടയാനും വിടുതലൈ പാർട്ട് 2 എന്തായാലും മഞ്ജുവിന്റെ തിരിച്ചുവരവ് കാത്തിരിക്കുന്ന ആരാധകർക്ക് ഇത് പ്രതീക്ഷയുടെ നാളുകളാണ്. മലയാള സിനിമ കാത്തിരിക്കുന്ന എമ്പുരാനാണ് മഞ്ജുവിന്റെ പുതിയ സിനിമ. ആദ്യ ഭാഗമായ ലൂസിഫർ നേടിയ വലിയ വിജയം എമ്പുരാനും ആവർത്തിക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് ഒരുക്കുന്ന സിനിമയിൽ വലിയൊരു താരനിര തന്നെയുണ്ട്. അതേസമയം സിനിമയ്ക്കകത്തും പുറത്തും അടുത്ത സുഹൃത്തുക്കളാണ് ദിലീപിനും നാദിർഷയ്ക്കും. മിംക്രിയുമായി നടന്നിരുന്ന കാലം മുതലേയുള്ള കൂട്ടുകെട്ട് ഇപ്പോഴും ഇരുവർക്കുമിടയിലുമുണ്ട്. ദിലീപ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിവാദങ്ങൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോഴും നടനു വേണ്ടി സംസാരിക്കാൻ നാദിർഷയായിരുന്നു. ദിലീപ് ഏറ്റവും കൂടുതൽ സന്തോഷവാനായിരിക്കുന്നത് നിരപരാധിയാണെന്ന് ലോകം അറിയുന്ന ദിവസമായിരിക്കുമെന്നാണ് നാദിർഷ പറഞ്ഞത്. ദിലീപിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. ആ ദിവസത്തിന് വേണ്ടി അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. നമുക്കറിയാലോ ആളുകൾ പറയുന്നത് പോലെയല്ല കാര്യങ്ങളെന്ന്. 110% അവൻ നിരപരാധിയാണെന്ന് അറിയുന്ന സുഹൃത്തുക്കളാണ് ഞങ്ങൾ. അത് ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു ദിവസം, അതിനാണ് ഞാനും അവന്റെ കുടുംബവുമെല്ലാം കാത്തിരിക്കുന്നതെന്നും നാദിർഷ പറഞ്ഞിരുന്നു.